എല്ലാ കുഞ്ഞുങ്ങൾക്കും മന്നയുടെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഹിന്ദിയുടെ ഗ്രാമറിൻ്റെ ഒരു പോർഷനും കൂടെ കവർ ചെയ്യാനുണ്ടായിരുന്നു. രചന കെ ആധാർ പർ വാക്യ രൂപാന്തരം എന്നുള്ളതും ഒരു ഗ്രാമർ പോർഷനും കൂടെ ഉണ്ട്. രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് വേഗം ചെയ്തിട്ട് തരാം. അപ്പം എന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ ആർക്കും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് തന്നെ കടക്കാം. ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളിലേക്കും എത്തിച്ച് ചാനലിനെ സ്റ്റേബിൾ ചെയ്യണം. അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം. ഇന്നത്തെ ടോപ്പിക് എന്ന് വെച്ചാൽ രചന കെ ആധാർ പർ വാക്യ രൂപാന്തർ എന്നാണ്. വീഡിയോ ഒരുപാട് നീട്ടാതെ വേഗം ഞാൻ പറഞ്ഞു തരാം. എന്ന് വെച്ചാൽ രചന കെ ആധാർ പർ എന്ന് വെച്ചാൽ എഴുതുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വാക്യങ്ങളെ സെൻറ്റൻസുകളെ എങ്ങനെയൊക്കെ രൂപാന്തരപ്പെട്ട് നമുക്കതിനെ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും, ഇത് ഏത് തരത്തിലുള്ള വാക്യമാണ്, എന്താണ് സരൾ വാക്യമാണോ, സാധാരണ വാക്യമാണോ, മിശ്ര വാക്യമാണോ, സംയുക്ത വാക്യമാണോ എന്നൊക്കെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എന്നതാണ് രചന കെ ആധാർ പർ വാക്യ രൂപാന്തരം എന്നുള്ള ഈ ചാപ്റ്ററിലൂടെ നമുക്ക് പഠിക്കേണ്ടത്. അപ്പം നമുക്ക് ഡീറ്റെയിൽഡ് സ്റ്റഡിയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ शब्दों का स्वार्थक समूह जो व्याकरणिक नियमों के अनुरूप हो വാക്യ എന്ന് വെച്ചാൽ വാക്യ എന്ന് വെച്ചാൽ എന്താണ്? ശബ്ദങ്ങളുടെ സമൂഹമാണ്. ശബ്ദങ്ങളുടെ സമൂഹമായ വാക്യ എങ്ങനെ എഴുതണം അതിനെയാണ്, ശബ്ദങ്ങളുടെ സമൂഹത്തിനെ ഗ്രാമാറ്റിക്കൽ രീതിയിൽ എഴുതി അർത്ഥവത്താക്കുന്നതിനെയാണ് വാക്യ അല്ലെങ്കിൽ സെൻറ്റൻസ് എന്ന് നമ്മൾ പറയുന്നത്. പിന്നെന്താ, വാക്യ എന്ന് പറയുന്നത് എന്താണ്? ശബ്ദോं का സാർത്ഥക് സമൂഹമാണ്. അപ്പം ഈ വാക്യ എന്താണ്? വാക്യ രണ്ട് ടൈപ്പ് ഉണ്ട്, ടൈപ്പ് ഉണ്ട്. വാക്കിന് രണ്ട് ദോ ഭേദുണ്ട്. ഏതൊക്കെയാണ്? വാക്കിൻ്റെ രണ്ട് ഭേദങ്ങളാണ് ഉദ്ദേശ്, രണ്ടാമത്തതാണ് വിധേയ്. നമ്മൾ ഇതിനെ സബ്ജക്റ്റ് പ്രെഡിക്കേറ്റീവ് എന്ന് ഇംഗ്ലീഷിൽ പറയും. വാക്കിൻ്റെ രണ്ട് പാർട്സ് ആണ് ഉദ്ദേശും വിധേയും. ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്താ? അംശ് ഉദ്ദേശ് കഹലാത്ത ഹൈ. ഈ ഉദ്ദേശം എന്ന് വെച്ചാൽ അതിൻ്റെ അംശ് എന്താണ് ചെയ്യുന്നത്? അതിൻ്റെ ഉദ്ദേശ് കഹലാത്ത ഹൈ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണുന്നുണ്ടോ? വാക്യ ശബ്ദിൻ്റെ സ്വാർത്ഥക സമൂഹമാണ്. വാക്യ രണ്ട് ടൈപ്പ് ഉണ്ട്, ഉദ്ദേശമുണ്ട് വിധേയമുണ്ട്. ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അംശ് ഉദ്ദേശ് कहलाता है. ഉദ്ദേശ് അതിൻ്റെ അംശ് എന്ന് വെച്ചാൽ വാക്യ का वह अंश उद्देश्य कहलाता है जिसके बारे में वाक्य के विशेष अंश में कुछ कहा गया है. എന്ന് വെച്ചാൽ നൗണിനെ പറ്റി പറയുന്ന കാര്യങ്ങളൊക്കെയാണ് എന്തിനകത്ത് വരുന്നത്? ഉദ്ദേശ് എന്നതിനകത്ത് വരുന്നത്. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ലഡ്ക ഗയ, ആൺകുട്ടി പോയി എന്നതാണ് പറയുന്നത്. അപ്പം നമ്മുടെ ഇവിടുത്തെ ഉദ്ദേശം ഏതാണ്? ഇതാണ് ഉദ്ദേശം. അപ്പം മനസ്സിലായോ? ഇങ്ങനെയുള്ള ലഡ്ക ഗയ, ഛാത്ര പാസ് ഹോ ഗയ, ഉസ് വ്യക്തി കാ ലഡ്ക ഗയ. അപ്പം ഛാത്ര പാസ് ഹോ ഗയ എന്ന് പറഞ്ഞാൽ അതിനത്തെ ഉദ്ദേശം ഛാത്ര. ഉസ് വ്യക്തി കാ ലഡ്ക എന്ന് പറഞ്ഞാൽ ഉസ് വ്യക്തി. നമ്മൾ ആദ്യം പറയുന്നതാണ് എന്ത്? ഉദ്ദേശ്, സബ്ജക്റ്റിൻ്റെ പാർട്ട്. പിന്നെ നമ്മൾ പറയുന്ന രണ്ടാമത്തത് പ്രെഡിക്കേറ്റ് ആണ്. പ്രെഡിക്കേറ്റ് എന്ന് വെച്ചാൽ നമുക്ക് രണ്ടാമത്തെ പറയാം ഏതാണ്? വിധേയാണ്. വിധേയ് പ്രെഡിക്കേറ്റ് ആണ് രണ്ടാമത്തത്. വിധേയ് എന്ന് പറയുന്നത് ഞാൻ ഇത് തന്നെ പറയാം അതിൻ്റെ ആൻസർ ആയിട്ട് ലഡ്ക ഗയ. അപ്പം ഉദ്ദേശ് ലഡ്കയാണെങ്കിൽ വിധേയ് എന്താണ്? ഗയയാണ്. ഇതാണ് വാക്കിൻ്റെ രണ്ട് പാർട്ടുകളായ ഉദ്ദേശും വിധേയും. അപ്പോൾ അത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അല്ലെങ്കിൽ ഛാത്ര പാസ് ഹോ ഗയ. അപ്പം ഞാൻ ഇവിടെ ആദ്യത്തെ തന്നെ പറഞ്ഞു ഛാത്ര പാസ് ഹോ ഗയ. ഛാത്ര എന്ന് പറയുന്നത് ഉദ്ദേശം, പാസ് ഹോ ഗയ എന്ന് പറയുന്നത് വിധേയുമാണ്. ഇല്ലെങ്കിൽ ഉസ് സ്കൂൾ കെ സബി ഛാത്ര പാസ് ഹോ ഗയെ എന്ന് പറഞ്ഞാൽ ഏതാണ്? സബി ഉസ് സ്കൂൾ സെ എന്നുള്ളത് ആദ്യമേ കിടക്കുന്നത് അത് ഉദ്ദേശമാണ്.
സഭി ഛാത്ര പാസ് ഹോ ഗയ എന്ന് പറഞ്ഞാൽ വിധേയാണ്. രണ്ടാമത്തെ സെൻറ്റൻസിൻ്റെ പകുതി കഴിഞ്ഞിട്ടുള്ളതാണ് വിധേ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പറയുന്നത് രചന കെ ആധാർ പർ വാക്യ എത്ര. രചന കെ ആധാർ പർ, രചന കെ ആധാർ പർ വാക്യ എത്ര. തീൻ ഭേദ്. എത്ര ഭേദാണ്. രചനയുടെ ആധാറിൽ വാക്കിനെ 3 ടൈപ്പായിട്ടാണ് കൊടുക്കുന്നത്. തീൻ ഭേദായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്നാമത്തത് സരൾ യാ സാധാരൺ എന്ന് വെച്ചാൽ നോർമൽ സെൻറ്റൻസുകൾ. സരൾ യാ സാധാരൺ എന്ന് വെച്ചാൽ നോർമൽ സെൻറ്റൻസുകൾ എന്ന് പറഞ്ഞാൽ ജിസ് വാക്യമേ ഏക് ഉദ്ദേശ് തഥാ ഏക് വിധേയ് ഹോത്താ ഹൈ എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള സരൾ വാക്കിനകത്ത് ഒരു സബ്ജക്റ്റ് ഒരു പ്രെഡിക്കേറ്റേ ഉണ്ടാവുള്ളൂ. നോർമൽ സെൻറ്റൻസുകൾ. അവൻ പോയി, അവൻ ആഹാരം കഴിച്ചു എന്നൊക്കെ പറയുന്നത് ഛാത്ര പാസ് ഹോ ഗയി, ലഡ്കാ ഗയ, ലഡ്കി ആ ഗയി, ഇങ്ങനെയുള്ള വാക്കുകളാണ് എന്ത് ഒന്നാമത്തെ സരൾ സാധാരണ വാക്കിനകത്തുള്ളത്. ഇനി രണ്ടാമത്തേതെന്ന് പറയുന്നത് സംയുക്ത് വാക്യ. ആദ്യത്തെ പറഞ്ഞു സരൾ വാക്യാണ്, രണ്ടാമത്തത് സംയുക്ത് വാക്യാണ്. സംയുക്ത് വാക്കിനകത്ത് എന്താ. ജിസ് വാക്യമേ ദോ യാ ദോ സെ അധിക് സ്വതന്ത്ര വാക്യ. ഇതിനകത്ത് എന്തുണ്ട്. ദോ യാ ദോ സെ അധിക്, രണ്ടോ രണ്ടിൽ കൂടുതലോ എന്തുണ്ട്. दो या दो से अधिक स्वतंत्र वाक्य योजक शब्दों के द्वारा जुड़ा होता है. ഇതിനകത്ത് രണ്ടോ രണ്ടിൽ കൂടുതലോ സെൻറ്റൻസുകളെ ഒരുമിച്ച്, രണ്ടിൽ കൂടുതൽ വാക്കിൻ്റെ സമൂഹങ്ങളെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് പറയുമ്പോഴാണ് സംയുക്ത വാക്ക് ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി ഞാൻ പറയാം അതിൻ്റെ ഉദാഹരണം. ഞാൻ പറയാം. രാം ആയ ഓർ ശ്യാം ഗയ. രാമ് വരികയും ചെയ്തു, ശ്യാമ് പോവുകയും ചെയ്തു. എക്സാമ്പിൾ എഴുതി കാണിക്കാം. റാം ആയ और എന്താ ശ്യാം ഗയ എന്ന് വെച്ചാൽ ഇത് നോക്കിയേ. നമ്മളുടെ ഇംഗ്ലീഷിൽ ഓർ എന്ന വാക്ക് ഇതാ, ഈ ഓർ എന്ന വാക്ക് അതല്ലെങ്കിൽ ഇത് എന്നാണ് ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. പക്ഷേ ഹിന്ദിയിൽ അതും ഇതും എന്നാണ്. ഇത് ഏതെങ്കിലും ഓർ ഇംഗ്ലീഷിൽ നമുക്കിങ്ങനെ തെറ്റിപ്പോകും. ഹിന്ദിയിൽ ഓർ എന്ന് നോക്കുമ്പോൾ ഇംഗ്ലീഷിലെ ഓർ ആണെന്ന് പല കുട്ടികളും ചോദിക്കാറുണ്ട്. അല്ല, ഈ ഓർ എന്ന് പറയുന്നത് ഏതാ. റാം ഓർ ഗണേഷ് ഈസ് ഗോയിങ് ടു വർക്ക്. രാമോ ഗണേശോ, രാമനോ ഗണേശനോ പോകാം. പക്ഷേ അത് ആരെങ്കിലും ഒരാളാണ്. ഇവിടെ ഓർ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രാം ആയ, രാമൻ വന്നു, കൂടാതെ ശ്യാം പോവുകയും ചെയ്തു എന്നാണ്. രണ്ടുപേരെ ചേർത്തുകൊണ്ടാണ് ഹിന്ദിയിൽ ഓർ എന്ന വാക്ക് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ്. ദോ യാ ദോ സെ അധിക് വാക്കുകളെ സംയുക്ത ചെയ്തതാണ് ഇവിടെ. രാമായ ഒരു സെൻറ്റൻസ് ആണ്, അതിനെ ഓർ എന്ന വാക്കുകൊണ്ട് ശ്യാം ഗയ എന്നുള്ള ഒറ്റ സെൻറ്റൻസിനകത്ത് സംയുക്തമായിട്ട് കൂട്ടിച്ചേർത്ത് പറഞ്ഞു. ഇനി മൂന്നാമത്തേതാണ് മിശ്ര വാക്ക്. മിശ്ര വാക്യം നിങ്ങൾക്ക് കാണുന്നുണ്ടോ. മൂന്നാമത്തത് മിശ്ര വാക്യാണ്. മിശ്ര വാക്കിനകത്ത് എന്താണ്. മിശ്ര വാക്യം എന്ന് വെച്ചാൽ ജിസ് വാക്യമേ ഏക് സെ അധിക് ഉപവാക്യ ഹോ തഥാ വേ കിസി യോജൻ സെ ജുഡേ ഹോ. എന്താണ് ഇതിനകത്തുള്ളത്. ഉപവാക്യാണ്. ഉപവാക്യങ്ങളുണ്ട്. എന്താണ്. किसी योजक से जुड़े हो और उसमें एक उपवाक्य मुख्य तथा अन्य उस पर ആശ്രിതം. അപ്പോൾ ഈ ഉപവാക്യങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ ഒരെണ്ണത്തിനെ ഏക്കിനെ ആണ് എന്ത് ചെയ്യുന്നത്. ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത്. മിശ്രവാക്കിനകത്ത് ഇത് ആദ്യത്തെ സാധാരണ വാക്യാണ്, രണ്ടാമത്തത് ഓർ ചേർത്ത് പറയുന്ന സംയുക്ത വാക്കാണ്, മൂന്നാമത്തെ മിക്സ് വാക്കിനകത്ത് മിശ്രവാക്യം. മിശ്രം എന്ന് വെച്ചാൽ മിക്സ് വാക്യങ്ങളിനകത്ത് ഒരു ഉപവാക്യം ഉണ്ടാവും. ഒന്നിൽ കൂടുതൽ ഉപവാക്യങ്ങൾ ഉണ്ടാകാം. പക്ഷേ അപ്പോൾ ഒരെണ്ണത്തിനെ മാത്രമാണ് ഹൈലൈറ്റ് ചെയ്തത്. ആ ഹൈലൈറ്റ് ചെയ്ത് പറയുന്ന സെൻറ്റൻസുകൾക്ക് ശേഷമുള്ള എന്ത്
വാക്യങ്ങൾ സെൻറ്റൻസുകൾ അതിൻ്റെ സബ്ബായിരിക്കും. അത്രയും മനസ്സിലായോ? അത്രയേ ഉള്ളൂ മിശ്രവാക്യ എന്ന വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ എക്സാമ്പിൾ ഞാനിപ്പോൾ പറഞ്ഞു തരാം. അപ്പം നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. വിനോദിനെ കഹാക്കി, ഞാൻ എഴുതി കാണിക്കാം. വിനോദ് അല്ലെങ്കിൽ ആരെങ്കിലും വിനോദിനെ കഹാ കി വഹ് ദില്ലി ജാ രഹാ ഹെ. അപ്പോൾ ഇത് കണ്ടോ, ഇവിടെ മിശ്രവാക്യം എങ്ങനെ മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ വിനോദിനെ കഹാക്കി, വിനോദ് എന്നോട് പറഞ്ഞു വഹ് ദില്ലി ജാ രഹാ ഹെ. അപ്പം വിനോദ് അവിടെ എന്താണ്, വിനോദ് എന്നോട് പറഞ്ഞു അവൻ ദില്ലിയിൽ പോകുമെന്ന്. ഞാൻ വേറൊരാളോട് വിനോദിനെ പറ്റി പറയുകയാണ്. അപ്പോൾ ഇവിടെ അണ്ടർസ്റ്റുഡായിട്ട് 3 പേഴ്സൺ ഉണ്ട്. വിനോദുണ്ട്, ഞാൻ പറയുന്ന ആളുണ്ട്, പിന്നെ ആരുണ്ട്, കേൾക്കുന്ന ആളുണ്ട്. അപ്പം വിനോദിനെ കഹാക്കി വഹി ദില്ലി ജാ രഹാ ഹെ. ഇനി ഞാൻ ഒന്നുകൂടെ പറയാം. ജോ ലടുക്ക കമരേമേ ബൈഠാ ഹെ, ആ റൂമിനകത്തിരിക്കുന്ന ലടുക്ക. വഹ് മീര കാ മിത്ര ഹെ, അവൻ മീരയുടെ ഫ്രണ്ടാണ്. അപ്പം അങ്ങനെ വരുന്ന എന്താ മിശ്രവാക്യങ്ങളെ, ഒരാൾ മറ്റൊരാളോട് പറയുന്ന കാര്യങ്ങളെ. അപ്പം ഇതിനകത്ത് വിനോദിനെ കഹ എന്ന് പറയുന്നതും വിനോദ് എന്നോട് പറഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ വാക്യം. അപ്പോൾ വിനോദ് എന്താ പറഞ്ഞ് എന്നുള്ളത് വേറൊരാളോട് പറയുന്ന കാര്യമാണ്. അപ്പോൾ അതിൻ്റെ എന്താണ്, ഒരാണ് ഉപവാക്യം ഒന്നേ ഉള്ളൂ. മെയിൻ ആയിട്ടുള്ള ഒരു വാക്കിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ബാക്കി 2 വാക്കുകളെ അവിടെ അണ്ടർസ്റ്റുഡായിട്ട് പറഞ്ഞിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ജോ ലടുക്ക കമരേമേം ബൈഠാ ഹെ വഹ് മീര മിത്ര ഹെ. വഹ് മീര മിത്ര ഹെ എന്ന് പറയുന്നത് അതാണ് അവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്ക്. അതിനെ അണ്ടർലൈൻ ചെയ്തുകൊണ്ടാണ് എന്താണ് മുന്നോട്ട് ആ സെൻറ്റൻസിനെ പറഞ്ഞ് ഫലിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വാക്കുകളെയാണ് മിശ്ര വാക്യ എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലായോ മിശ്രവാക്യം എന്ന് പറയുന്നത്. ഇനി ഈ മിശ്രവാക്കിന് കുറച്ച് രൂപഭേദങ്ങളുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരല്പം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു വാക്കെന്ന് പറയുന്നത് ഈ മിശ്രവാക്കാണ്. ഈ മിശ്രവാക്കിൻ്റെ കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള കുറച്ച് സബ് ടോപ്പിക്കുകളുണ്ട്. അത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഇനി പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ മിശ്രവാക്കിന് 3 ഉപവാക്യമുണ്ട്. മിശ്രവാക്കിന് 3 ഉപവാക്യമുണ്ട്. ഏതൊക്കെയാണ്? സംഖ്യ ഒന്നാമത്തതാണ് 3 മിശ്രവാക്യ സേ എത്ര 3 ഉപവാക്യം. ഒന്നാമത്തതാണ് ഏതാ? സംഖ്യ വാക്യ. സംഖ്യ എന്ന് വെച്ചാൽ അറിയാം, നൗണാണ്. സംഖ്യാവാക്യം എന്ന് പറഞ്ഞാൽ जो उपवाक्य प्रधान वाक्य की किसी संख्या को स्थान पर प्रयुक्त है. ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്കുകൾ സംഖ്യ നൗണിൻ്റെ സ്ഥാനത്ത് പ്രയുക്തമായിട്ടുണ്ടെങ്കിൽ അതിനെ സംഖ്യാവാക്യ എന്ന് പറയും. ഞാൻ അതിനൊരു എക്സാമ്പിൾ പറയാം. ഉസ്നെ കഹാ കി മേ സ്കൂൾ ജാവുങ്ക. അപ്പോൾ എന്താണ് മേ സ്കൂൾ ജാവുങ്ക? സംഖ്യ ഉപവാക്യമാണ്. ഉസ്നെ കഹ ഇല്ല, ഞാൻ പറഞ്ഞുതരാം. ഉസ്നെ कहा कि मैं स्कूल जाऊंगा. ഇങ്ങനെ പറയുവാണെങ്കിൽ ഇതിനകത്ത് ഏതാണ് സംഖ്യാവാക്യം എന്ന് പറയുന്നത്? മേ സ്കൂൾ ജാവും, ഇതാണ് ഇതിനകത്തെ സംഖ്യ നൗൺ കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് പറയുവാണെങ്കിൽ മേ സ്കൂൾ ജാവുങ്കയെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉപവാക്യാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ ഉപവാക്യാണ് ഇത് മേ സ്കൂൾ ജാവുങ്ക. അപ്പം ഉസ്നി കഹാക്കി, അപ്പം ഒരു എന്താ അവൾ പറഞ്ഞു അല്ലെങ്കിൽ അവർ പറഞ്ഞു ഞാൻ സ്കൂളിൽ പോവുക എന്നുള്ള ആ ഒരു വാക്ക് പറഞ്ഞപ്പം എന്താണ്, ആർക്കാണ് അവിടെ പ്രധാനം കൊടുത്തത്? സംഖ്യ നൗണിനാണ് പ്രധാനം കൊടുത്തത്. അപ്പം അതുകൊണ്ട് സംഖ്യ ഉപവാക്യം, അതാണ് സംഖ്യ ഉപവാക്യം. ഇനി രണ്ടാമത്തേന്ന് പറയുന്നത് വിശേഷൺ ഉപവാക്യാണ്. എന്താണ് വിശേഷൺ ഉപവാക്യം? ഇത് കാണുന്നുണ്ടോ? സോറി,
ക്യാമറ ഒരിച്ചിരി മാറിപ്പോയി, പോട്ടെ. അതാണ്ട് ഞാൻ പറഞ്ഞു മിശ്രവാക്കിന് 3 ഉപവാക്യമുണ്ട്. ഒന്നാമത്തേത് സംഖ്യാവാക്യമാണ്. സംഖ്യാവാക്യം എന്ന് വെച്ചാൽ നൗണിനെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. നൗൺ എന്താണ് ചെയ്തതെന്ന് എന്താണ് പറയുന്നത്, ഊന്നി പറയുന്ന വാക്കുകളാണ് എന്ത് സംഖ്യ ഉപവാക്യ എന്ന് പറയുന്നത്. അടുത്തത് വിശേഷൺ ഉപവാക്യാണ്. വിശേഷൺ ഉപവാക്യ എന്ന് പറഞ്ഞാൽ जो आश्रित उपवाक्य प्रधान वाक्य की किसी संख्या या सर्वनाम की विशेषता बताता है. ഇതെന്താണ്, സംഖ്യയുടെയോ സർവനാമിൻ്റെയോ വിശേഷത. എന്താണ് വിശേഷത എന്ന് വെച്ചാൽ അഡ്ജക്റ്റീവ്സ് ആണ്. സംഖ്യയുടെയോ സർവനാമിൻ്റെയോ വിശേഷത പറയുകയാണെങ്കിൽ അതിനെ എന്താണ് പറയുന്നത്, വിശേഷൺ ഉപവാക്യ എന്ന് നമ്മൾ പറയും. അപ്പം ഞാനതിന് ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം. വഹി വിദ്യാർത്ഥി സഫൽ ഹോത്തെ ഹേ ജോ പരിശ്രമി ഹോത്തെ ഹേ. അവിടെ ജോ പരിശ്രമി ഹോത്തി ഹേ എന്ന് പറയുന്നത് വിശേഷണമാണ്. അപ്പം നമുക്കറിയാം എന്താണ്, ഒരാളുടെ വിശേഷത പറയുന്നുണ്ടെങ്കിൽ അത് വിശേഷൺ ഉപവാക്യമാണ്. മിശ്രവാക്കിനകത്ത് ഒരാളുടെ വിശേഷമാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതെങ്കിൽ അത് വിശേഷനാണ്. അയാളെ പറ്റി സംഖ്യ നൗണിനെ പറ്റിയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എങ്കിൽ അത് സംഖ്യ ഉപവാക്യമാണ്. ഇനി മൂന്നാമത്തത് പറയുകയാണെങ്കിൽ ക്രിയ विशेषण उपवाक्य. क्रिया विशेषण उपवाक्य. क्रिया विशेषण उपवाक्य എന്ന് പറഞ്ഞാൽ എന്താ, जो मिश्रित उपवाक्य प्रधान उपवाक्य की क्रिया की विशेषത बताता है. അപ്പം നമുക്ക് പറയാം വിശേഷൻ എന്ന് പറയുന്നത് എന്തിൻ്റെയാണ്, ഇവിടെ ക്രിയയുടെ വിശേഷൻ പറയുകയാണെങ്കിൽ അതിനെ എന്ത് പറയും, ക്രിയാ വിശേഷൻ ഉപവാക്യ എന്ന് പറയും. അപ്പം ഞാനൊന്ന് പറയാം. ജബ് ഭി മുझे आवश्यकता हुई मित्रों ने मेरी सहायता की. അപ്പം എന്താ, അപ്പോൾ ഇവിടെ എന്താ ഹം അല്ലെങ്കിൽ ജഹാൻ ജഹാം ഹം ഗേ ഹമാരാ സ്വാഗത് ഹുവ. അപ്പം ജഹാൻ ജഹാം എന്ന് പറയുന്നത് എന്താണ്, ആർമവ് ഹോനെ വാലെ ഉപവാക്യ ആണ് അത്. അപ്പോൾ എന്താണ്, അത് നന്നായിട്ട് ക്രിയയെ വിശേഷിപ്പിക്കുകയാണ്. ഞങ്ങൾ എവിടെയൊക്കെ പോയോ അവിടെയെല്ലാം ഞങ്ങൾക്ക് എന്ത് കിട്ടി, നല്ല സ്വീകരണം കിട്ടി. അങ്ങനെ ക്രിയയെ വിശേഷിപ്പിച്ചുകൊണ്ട്, ക്രിയയെ മോർ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഏതെങ്കിലും വാക്കുകൊണ്ട് പറയുകയാണെങ്കിൽ അതിനെ ക്രിയാവിശേഷൻ ഉപവാക്യ എന്ന് നമ്മൾ പറയും. ഇനി അടുത്തത് ഇവിടെ തൊട്ടാണ് ഇനി അടുത്ത് തുടങ്ങുന്നത്. ക്രിയാവിശേഷൻ ഉപവാക്യ 5 ഭേദമുണ്ട്. ഞാൻ എക്സാമ്പിളൊന്നും അധികം പറയുന്നില്ല, ഇതിനെയൊക്കെ ഇമ്പോർട്ടൻ്റ് പറയുന്നേ ഉള്ളൂ. നിങ്ങൾ വായിച്ച് കുറേ കൂടെ മനസ്സിലാക്കണം. 5 ഭേദമുണ്ട്. ക്രിയാവിശേഷൻ ഉപവാക്യ എത്രയുണ്ട്, 5 ഭേദമുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്ന് വരുമ്പോൾ ഇത് മുകളിൽ നിന്ന് പഠിക്കാതെ ഇങ്ങോട്ട് വന്നാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഡിഫിക്കൽറ്റി ഫീൽ ചെയ്യും. അങ്ങനെ ഉണ്ടാവരുത്. അപ്പോൾ ഞാനത് ഈ 5 എണ്ണം നന്നായിട്ട് പറഞ്ഞുതരാം. അപ്പം ഞാൻ പറഞ്ഞു ഇത് 5 ടൈപ്പ് ഉണ്ട്. ഒന്നാമത്തേന്ന് പറഞ്ഞാൽ കാൽ സൂചക്. ഒന്നാമത്തെ ഏതാ, കാൽ സൂചക് ക്രിയ വിശേഷൻ ഉപവാക്യ എന്നാണ് ആദ്യത്തേത്. കാൽ വിശേഷണം. കാൽ സൂചകം എന്ന് വെച്ചാൽ എന്താ, കാലത്തെ സൂചിപ്പിക്കുന്നത്. അതേതാ, വേ ഉപവാക്യ ജബ് ज्यो ही जब तक तब कभी आदि से प्ररफ्यू होता है. ഏതൊക്കെയാണ്, ജബ്, പിന്നെ ജ്യോ ഹി, പിന്നെ ജബ് തക്ക് ടൈമിനെ സൂചിപ്പിക്കുന്ന ഏത് വാക്കും, ജബ് തക്ക്, ജബ് കഭി, ഈ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ കാൽ സൂചക ക്രിയ വിശേഷണമാണ്. ഈ രണ്ടാമത്തേന്ന് പറയുന്നത് സ്ഥാൻ സൂചക. സ്ഥാൻ സൂചകിനകത്ത് എന്താണ്, നമുക്കൊന്നും പറയണ്ട, ഇതർ ഉദർ ശബ്ദവും. ഏതാ, ജഹാം, ജഹാസെ, ജിതർ. ഏതൊക്കെയാണ്, ജഹാംസെ എന്നുള്ള വാക്കുകളൊക്കെ വരുമ്പം എന്താണ്, പിന്നെ ജിതർ,
ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ വരുന്നത് സ്ഥാനത്തെ സൂചിപ്പിക്കുന്ന ഉപവാക്യങ്ങളെ, ഇത് വാക്യമല്ല, ഇത് ഉപവാക്യങ്ങളാണ്. മേ ഉദർ ഗയി ജഹാം അല്ലെങ്കിൽ വഹാം എന്നൊക്കെ പറഞ്ഞു വരത്തില്ലേ, അങ്ങനെയുള്ളതിനെയാണ്. ഇത് ഉപവാക്യം ആയതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വാക്കുകൾ വരുന്നത്. അതാണ് സ്ഥാൻ സൂചക് ക്രിയാവിശേഷൻ. ഇനി മൂന്നാമത്തേന്ന് വെച്ചാൽ രീതി സൂചക്. രീതിവാചക നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ രീതി സൂചകം എന്ന് വെച്ചാൽ വൈസ ഇധർ ആദി ശബ്ദം. എങ്ങനെയാണ്? വൈസ ഇധർ, ഇങ്ങനെയുള്ള ശബ്ദങ്ങൾ ഇതൊക്കെ ഇവരുടെ രീതികളാണ്. അവരുടെ ടൈപ്പ് ഓഫ് ക്യാരക്ടറിനെയൊക്കെ പറയുമ്പോൾ ഇങ്ങനെ നമ്മൾ പറയും. അപ്പോൾ അതിനെയാണ് ഇങ്ങനെ സൂചിപ്പിക്കുന്നത്. വേ ഉപവാക്യ ജൈസ ജൈസ വൈസ ഇധർ ആദി ശബ്ദോं से പ്രഭാവ് होता है, അതിനെയാണ് രീതി സൂചകം എന്ന് പറയുന്നത്. ഇനി നാലാമത്തേന്ന് പറഞ്ഞാൽ പരിമാണ്. ഇതെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുള്ള പരിമാണവാചക. ഇത് പരിമാണ സൂചക്. പരിമാണവാചക വാക്യം പഠിച്ചിട്ടുള്ളത്. പരിമാണം എന്ന് വെച്ചാൽ ജിയോം ജൈസെ 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 ജഹാൻ തക്ക്. ഏതൊക്കെയാ? ജിയോം ജിയോം. ചില വാക്കിനകത്ത് ഇങ്ങനെ വരും, ജിയോം ജിയോം, സോറി, ജൈസെ ജൈസെ. പിന്നെ ഏതാ? ജഹാൻ തക്ക്, ജഹാം തക്ക്. ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ വരുമ്പോൾ എന്താണ്? പരിമാണ സൂചകമാണ്. ഇനി അഞ്ചാമത്തേന്ന് പറഞ്ഞാൽ പരിണാമ്. പരിമാണല്ല, പരിണാമ സൂചകമാണ്. സൂചക് ഇത് ഒരു വാക്കും കൂടെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, കാര്യകരണ. കാര്യകരണ സൂചക്. പരിണാമ സൂചകിൻ്റെ മറ്റൊരെണ്ണമാണ് കാര്യകരണ സൂചക്. എന്ന് വെച്ചാൽ की जो यदि चाहे जो जिसके ताकि ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ വരുന്നതാണ് പരിണാമ സൂചക്. सरल वाक्य को संयुक्त एवं मिश्र बनाना, संयुक्त को सरल एवं मिश्र बनाना तथा मिश्र को सरल वाक्य बनाना, वाक्य രചനാന്തരൻ യാ രൂപാന്തരൻ ചെയ്യുന്നതിനെയാണ് ഈ അഞ്ചെണ്ണം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് വാക്യ എങ്ങനെയാണ് രചനിക്കുന്നത്. വാക്യരചനയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഇതിൻ്റെ കോമൺ ആയിട്ടുള്ള ഒരു അടിസ്ഥാനപരമായിട്ടുള്ള രീതിയിൽ എല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും കൂടെ കഴിയുമ്പോഴത്തേന് നിങ്ങൾക്ക് ഇതിൻ്റെ ഏകദേശം ഒരു ഓവറാൾ ഒരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് കിട്ടും. ഇനി വാക്യരചനാന്തരനകത്ത് सरल वाक्य से संयुक्त वाक्य. सरल वाक्य നിന്ന് സംയുക്ത വാക്ക് എങ്ങനെയാണെന്ന്. സരളീന്ന് സംയുക്ത. ഞാൻ പേജ് മറിക്കട്ടെ, എന്നിട്ട് ഞാൻ അപ്പോൾ ഇത് ഞാൻ അപ്പുറത്തെ പേജിലേക്ക് പോവുകയാണ്. ഇവിടെ ഉള്ളത് സരൾ സംയുക്ത. സരൾ വാക്യത്തെ എങ്ങനെയാണ് സംയുക്ത വാക്യ ആക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഞാൻ ആദ്യത്തെ എക്സാമ്പിൾ ഞാൻ ഇവിടോട്ട് എഴുതി കാണിക്കാം. വഹ് फल खरीदने के लिए बाजार गया. अब അല്ലെങ്കിൽ അത് തന്നെ എഴുതാം. വഹ് फल खरीदने के लिए बाजार गया. നിങ്ങൾക്ക് നന്നായിട്ട് കാണുന്നുണ്ടോ? വഹ് ഫൽ ഖരീദിനെ കേലിയെ ബജാർ ഗയ എന്ന് പറഞ്ഞാൽ ഇത് സരൾ വാക്യമാണ്. ഇത് എന്താണ്? സരൾ വാക്യമാണ്. ഇനി സരൾ വാക്കിനെ ഞാൻ സംയുക്ത വാക്കിലേക്ക് മാറ്റാം. എങ്ങനെ? സംയുക്ത വാക്കിലേക്ക് സെൻറ്റൻസിലേക്ക് ഞാൻ മാറ്റാം. വഹ് ഫൽ ഖരീദിനെ കേലിയെ ബജാർ ഗയ എന്നുള്ള നോർമൽ സെൻറ്റൻസിനെ നമ്മൾ സംയുക്ത വാക്കാക്കാൻ പോവാണ്. എങ്ങനെയാണ്? വാക്ക് ബജാർ ഗയ. ഒരു സെൻറ്റൻസ് ആയേ. വാഹ് ബജാർ ഗയ ഓർ. മനസ്സിലായോ? ഓർ
उसने वहाँ से फल खरीदे, उसने उसने वहाँ से फल खरीदे. അപ്പം എന്താണ് ഇവിടെ പറഞ്ഞത്? നമ്മൾ അതിനെ ഒരു 2 സെൻറ്റൻസ് ആക്കി കൂട്ടിച്ചേർത്ത് എഴുതപ്പം വഹു ബജാർ ഗയ, അവൻ ബജാറിൽ പോയി, ഓർ എന്നിട്ട് എന്ത് ചെയ്തു? ഉസ്നെ വഹാംസെ, അവൻ അവിടെ നിന്ന്, അല്ലെങ്കിൽ അവരവിടെ നിന്ന്, അയാൾ അവിടെ നിന്ന്, ഫൽ ഖരീദെ, പഴം മേടിച്ചു. അപ്പം മനസ്സിലായോ? സരൾ വാക്കിന്ന് സംയുക്ത വാക്കിന്ന് വാക്കിലേക്ക് മാറ്റുന്നത്. ഇനി ഞാനൊരു കാര്യം പറയാം. ഇനി സരൾ വാക്കിന്ന് മിശ്ര വാക്കിലേക്ക് എങ്ങനെ മാറ്റാൻ പറ്റുമെന്ന് ഞാൻ പറയാം. ഇനി എന്താ, ഞാൻ ആദ്യമേ सरल से മിശ്ര വാക്കിലേക്ക് എങ്ങനെ വരാം? सरल വാക്ക് ഞാൻ പറയാം. കമാനെ വാല ഖായേഗ, കമാനെ വാല, സോറി, ഖായേഗ, ചുമയാട്ടോ, ഖായേഗ. അതുകൊണ്ട് ഇത് നോക്കി, കമാനെ വാല ഖായേഗ എന്നുള്ളത് സരളാണ്, നമുക്ക് കാണുമ്പോഴേ അറിയാം, അധ്വാനിക്കുന്നവന് കഴിക്കാൻ പറ്റും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മളത് സംയുക്തിലേക്ക് മാറ്റുമ്പോൾ എന്താവും? ജോ കമായേഗ, ആരാണോ അധ്വാനിക്കുന്നത്, വഹ് ഖായേഗ. അപ്പം ഞാനിവിടെ എന്താണ് സബ് ടോപ്പിക്കുകൾ പറഞ്ഞതിനകത്ത് ജോ വഹ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ മനസ്സിലാവും നിങ്ങൾക്ക് എവിടെയാണ് ജോ ചേർക്കേണ്ടത്, എവിടെയാണ് വഹ് ചേർക്കേണ്ടതെന്നൊക്കെ. അപ്പം ജോ കമായേഗ ഞാൻ പറഞ്ഞുതരാം. ജോ കമായേഗ, ആരാണോ കമായിക്കുന്നത്, കോമ വഹ് ഖായേഗ. ഇങ്ങനെയാണ് സംയുക്ത് സരൾ വാക്കിൽ നിന്ന് ഏതാണ് ഇതിവിടെ മിശ്ര വാക്യാണ്. മനസ്സിലായോ? അപ്പം ഇത് രണ്ടാമത്തെ സബ് ടോപ്പിക്കാണ്. ഇനി അപ്പോൾ ആദ്യമേ സരളിൽ നിന്ന് സംയുക്തിലേക്ക് പറഞ്ഞു, സരളിൽ നിന്ന് മിശ്രിലേക്ക് പറഞ്ഞു. ഇനി ഞാൻ സംയുക്തിൽ നിന്ന്, അപ്പോൾ ഇത് ഈസി ആയിട്ടുള്ളത് രണ്ടെണ്ണം പറഞ്ഞു. ഇനി ഞാൻ മൂന്നാമത്തെ ലാസ്റ്റ് ടോപ്പിക്ക് പറഞ്ഞു തരാം. സംയുക്തിൽ നിന്ന് എങ്ങനെയാണ് മിശ്രിലേക്ക് ചേഞ്ച് ആക്കുന്നതെന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ആദ്യമേ സംയുക്ത വാക്ക് എഴുതാൻ ഇതിൻ്റെ ഒരു എക്സാമ്പിളൂടെ ഞാനിപ്പോൾ പറഞ്ഞുതരാം. अपने पिताजी के स्वास्थ्य के बारे में मुझे बताओ. എൻ്റെ നിങ്ങളുടെ പപ്പയുടെ ആരോഗ്യത്തെ പറ്റി എന്നോട് പറയാമോ? അതെങ്ങനെ നമ്മൾ മിശ്ര വാക്യമായിട്ട് പറയും? തും മുझे बताओ कि, നിനക്ക് എന്നോട് പറയാമോ തുമാരെ പിതാജി കാ സ്വാസ്ഥ്യ കൈസാ ഹെ, നിൻ്റെ പപ്പായുടെ ഹെൽത്ത് എങ്ങനെയുണ്ട്. അങ്ങനെ നമ്മൾ ആ ഒരു പാറ്റേൺ അനുസരിച്ച് പറയണം. അപ്പോൾ എന്താണ് ചോദിച്ചത്? അപ്പനെ പിതാജിക്ക് സ്വാസ്ഥ്യക്ക് ബാരേമേ മുझे बताओ, നിൻ്റെ പപ്പായുടെ ഹെൽത്തിനെ പറ്റി എന്നോട് പറയാമോ എന്ന് സരളായിട്ട് ചോദിച്ചത് നമ്മൾ എങ്ങനെയാണ് മിശ്രാക്കിയത്? തും മുझे बताओ, നീ എന്നോട് പറയാമോ, കി തുമാരെ പിതാജി കാ സ്വാസ്ഥ്യ കൈസാ ഹെ. ഇങ്ങനെ നമ്മൾ ചേഞ്ച് ചെയ്ത് അർത്ഥവത്താക്കി പറയണം. ഇത് ഞാനൊരു സംയുക്ത വാക്ക് പറയാം. സുഷമ ആയി ഓർ മീന ചലി ഗയി. സംയുക്ത വാക്യാണ്. സുഷ്മ ആയി, മീര ചലി ഗയി. അപ്പോൾ ഇതെന്താ? സുഷ്മ വന്നു, മീര പോയി. അത് ഞാൻ ഇതുപോലെ വേറൊന്ന് നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പോൾ എന്താണ് മിശ്രിനകത്ത് എങ്ങനെയാണ് ഇത് പറയേണ്ടത്? അപ്പം നമ്മൾ ഓർത്താൽ മതി, മിശ്രിനകത്ത് ആദ്യമേയൊക്കെ ചേർക്കേണ്ട വാക്കുകൾ ഏതാണെന്ന്. അപ്പം മിശ്രിനകത്ത് ചേർക്കേണ്ട വാക്ക് ജോ, ജൈസേ ഹി സുഷ്മ ആയി. അപ്പം ജോ ചേർക്കാം, ജൈസേ ചേർക്കാം, വാക്ക് ചേർക്കാം. അങ്ങനെയുള്ള വാക്കുകളാണ് മിശ്ര വാക്കിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്താ ജൈസേ? എന്താണ് നമ്മൾ പറഞ്ഞത്? ജൈസേ ഹി സുഷ്മ ആയി. എപ്പോൾ സുഷ്മ വന്നോ, വൈസേ ഹി സീമ ചലി ഗയി. വൈസേ ഹി സീമ
ചലി ഗയി. അപ്പോൾ ഇത് കണ്ടോ, ഈ സെൻറ്റൻസിൻ്റെ മിശ്രവാക്കി വന്നപ്പം ജയ്സെ വൈസെ ജയ്സെ ഹി വൈസെ ഹി എന്നുള്ള വാക്ക് വന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമേ പഠിക്കുമ്പം ഗ്രാമറിനകത്ത് ഏതൊക്കെ വാക്കുകളാണ് മിശ്രിനകത്ത് വരുന്നത്, സരളിനകത്ത് വരുന്നത്, സംയുക്തിനകത്ത് വരുന്നത് എന്ന് കാണാതെ പഠിച്ച് തന്നെ വെക്കണം. എന്നിട്ട് വാക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ അതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഞാൻ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിനകത്ത്. ഇനി ഞാൻ കുറച്ച് ക്വസ്റ്റ്യനുകൾ വായിച്ച് കേൾപ്പിക്കാം. ബच्चे ആയ ഹേ ഓർ ഖേൽ രഹേ ഹേ, ഇതെന്ത് വാക്യാണ്? ആയേ ഹേ ഓർ ചേരുമ്പം ഉറപ്പായിട്ടും അറിയാം ഇത് സംയുക്ത വാക്യാണ്. രാം ഘർ ഗയാ उसने माम को देखा. രാം ഘർ ഗയ ഒരു സെൻറ്റൻസ്, ഉസ്നെ മാം കോ ദേക്ക. ഇതിനെ എങ്ങനെയാണ് സംയുക്ത വാക്ക് ബനായിക്കുന്നത്? രാം ഘർ ഗയ ഓർ ഉസ്നെ മാം കി ദേക്ക. അടുത്തത് പിന്നെ मिश्र वाक्य के संयुक्त वाक्य में अथवा संयुक्त वाक्य को सरल वाक्य में बदलने को कहते हैं. മിശ്ര വാക്കിനെ സംയുക്ത വാക്കാക്കുന്നതിനെയോ സംയുക്ത വാക്കിനെ സരള വാക്യാക്കുന്നതിനോ എന്താണ് പറയുന്നത്? അതാണ് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അതിനെയാണ് വാക്യ രൂപാന്തരൺ എന്ന് പറയുന്നത്. നമ്മൾ ഇത്രയും നേരം പഠിച്ചത് ഇതാണ്. മിശ്രിനെ എങ്ങനെ സരളാക്കും, സരളിനെ എങ്ങനെ മിശ്രാക്കും, സംയുക്തിനെ എങ്ങനെ മിശ്രാക്കും, സരളിനെ എങ്ങനെ സംയുക്താക്കും, ഇങ്ങനെയുള്ള വാക്കുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നതിനെ പറയുന്ന പേരാണ് വാക്യ രൂപാന്തരം. അപ്പം ഇത്രയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. വീഡിയോ ഒരുപാട് നീണ്ടു പോവും. നിങ്ങൾക്ക് ഒരുപാട് എക്സാമ്പിൾസുകൾ, മോർ എക്സാമ്പിൾസുകൾ കുഞ്ഞുമക്കൾക്ക് വേണമെങ്കിൽ മേമിനോട് പറഞ്ഞാൽ മതി. ഞാൻ കൂടുതൽ എക്സാമ്പിളുകൾ നിങ്ങൾക്ക് അല്ലാതെ തന്നെ സെൻഡ് ചെയ്ത് തരാം. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഒരുപാടൊന്നും വലിച്ചു നീട്ടിയിട്ടില്ല. ഇത് അടിച്ച് കളഞ്ഞ് കാണരുത്. അപ്പം ചിലയിടമൊക്കെ വിട്ടുപോകും. വലിച്ചു നീട്ടി പറയാത്തത് കൊണ്ട് അടിച്ച് കളയരുത് വീഡിയോ. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ സഹായകരമാകട്ടെ. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും സേഫായിട്ട് വീട്ടിലിരിക്കുന്നു എന്ന് കരുതുന്നു. നന്നായിട്ട് പഠിക്കുന്നില്ലേ? ഹാഫ് ഇയർലി എത്താറായി. അപ്പം നന്നായിട്ട് പഠിച്ചോളൂ. സ്കൂളിലെ ഹാഫ് ഇയർലി നന്നായിട്ട് അറ്റൻഡ് ചെയ്യണം. നമ്മുടെ PT 1-ൻ്റെ നമ്മുടെ ബോർഡ് എക്സാം നന്നായിട്ട് അറ്റൻഡ് ചെയ്യണം. അതിന് ഈ വീഡിയോ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉപകാരപ്പെടും. അപ്പം ഓൾ ദി ബെസ്റ്റ്. നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി ഒരെണ്ണവും കൂടെ മാമിൻ്റെ എനിക്ക് തോന്നുന്നു ഒരു ഗ്രാമർ പോർഷനും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു, സമാസാന്ന് തോന്നുന്നു. അതും കൂടെ ഞാൻ വേഗം ചെയ്തു തരാം. ഇതിന് മോർ എക്സ്പ്ലനേഷനോ എക്സാമ്പിളോ വേണമെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങൾ എന്നോട് പറയണം. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ടാറ്റാ.